This is my home. ചൂട് മഴക്കാലത്തെ വീടിൻ്റെ പുറത്ത് കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഡ്രസ്സെല്ലാം. വേറെ സ്ഥലമില്ല. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ഇൻട്രഡക്ഷൻ വ്ളോഗ് എന്നോ ഒബ്സർവേഷൻ വീഡിയോ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. അത്യാവശ്യം നല്ല രസമുള്ളൊരു വഴിയാണ്. ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിലിങ്ങനെ ഒരു ഹെൽമെറ്റിന് ക്യാമറയിലിട്ടെന്ന് ഇട്ടിട്ട് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ച പൊതുവെ കുറവാണ്. അപ്പം കാണുന്നവർ ഒരുമാതിരി നോട്ടം നോക്കല്ല ചാൻസ് ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. എൻ്റെ നാട് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വലിയ ടൗണോ സിറ്റിയോ ഒന്നും പറയുന്നില്ല. ചെറുവത്തൂർ അടിപൊളി ടൗണാണ്. പക്ഷേ എൻ്റെ വീട് കുറച്ച് മാറിയിട്ടാണ്, ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പോൾ അതാണ് എൻ്റെ നാട്. ഇപ്പോൾ പോകുന്നത് ഞാൻ ടൗണിലേക്കാണ്. പിന്നെ ഒരു ഞായറാഴ്ചയാണ്, ദൂരോട് പോകാനൊന്നും പറ്റിയില്ല. വെറുതെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇന്ന് വേറെ എന്തെല്ലാം പരിപാടി ഉണ്ടായതൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടാണ്. വീട്ടിലും നാട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പം വൈകുന്നേരം ഒരു ഏകദേശം 6 മണി സമയം. ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്ന വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്, ഇതൊരു ട്രാവൽ വ്ളോഗോ ഒന്നുമല്ല, ഒരു മോട്ടോ വ്ളോഗോ ഒബ്സർവേഷൻ വീഡിയോ അങ്ങനെ കണ്ടാൽ മതി. അത്രയിൽ വലിയ എക്സൈറ്റിംഗ് ആയ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ ഒരു കുഴി ഉണ്ടല്ലോ, ഈ ഒരു കുഴി ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു കുഴി ഉണ്ടായിട്ടാണ്. ഇവിടെ അടിപൊളി റോഡാണുണ്ടായത്. ഫസ്റ്റ് മഴ വന്ന് 2 മഴ പെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കുഴി പ്രത്യക്ഷപ്പെട്ട് ഇതിലും താറിങ്ങില്ല നമ്മളെ. അടിപൊളി. വണ്ടിയിൽ എണ്ണ കുറവാണ്, അപ്പോൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് തന്നെ വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തോന്നുന്നു ടൗണിലൊന്നും. എനിക്കറിയില്ല ഇതിലെന്താ സംസാരിക്കണ്ടേ. അങ്ങനെ ഇതാ മോനെ എങ്ങോട്ടാ. അപ്പം ഞാൻ എൻ്റെ സെറ്റപ്പ് പറഞ്ഞടാ. ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടി KTM Duke 200 ആണ്. എടുത്തിട്ട് ഏകദേശം 2 വർഷമായി. ഐ എം ഹൈലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വണ്ടി. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ്. കുറേ കാലം കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത് എടുത്തൊരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. പിന്നെ അതുപോലെ ക്യാമറ DJI Action 4 ആണ്. മൈക്ക് പറയുന്നത് എൻ്റെ ഫോണിൻ്റെ ഇയർഫോണാണ്. ഞാൻ ആദ്യം വെച്ച് സപ്പോർട്ട് ചെയ്യലാണ്, പക്ഷേ iPhone 15 ആണ് അതിൻ്റെ ഇയർഫോൺ, C-type ഇയർഫോൺ. നല്ല കിടിലം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കേൾക്കുന്ന ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് കാര്യം. ഇപ്പോൾ പോകുന്നത് ചെറുവത്തൂർ ടൗണിലേക്കാണ്. എൻ്റെ ഒരാളെ കൂട്ടാൻ പിക്ക് ചെയ്യാൻ പോകുന്നതാണ്. മഴ പെയ്താൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല, നിർത്തേണ്ടി വരും. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്. ട്രാഫിക് ഇതാണ് ചെറുവത്തൂർ ഓവർ ബ്രിഡ്ജ്.
നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ചെറുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിലോ ചെറുപ്പത്തിൽ ടൗണിലോ എവിടെയെങ്കിലും വന്നിട്ടില്ലവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ഇല്ലവരല്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഏകദേശം ഒരു 5, 6, 7, 8, 12 പേര് നാട്ടിലുള്ളവരാണ്, എന്നെ അറിയുന്നവരാണ്. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഡെയിലി ഒബ്സർവേഷൻസ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ഔട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യാം. ഞങ്ങളുടെ ഹൈവേ പോലീസ് ഉണ്ട്, ഇപ്പോൾ ക്യാമറ കണ്ട് വെക്കുമെന്ന് അറിയില്ല. ഇവിടെ സ്ഥിരം ഹൈവേ പോലീസിലൊരു സ്ഥലമാണ്. കാറിൻ്റെ ബാക്കിൽ പിടിക്കാൻ പോകും. എന്താ ചെയ്യുക, മിക്കവാറും ഇപ്പം എന്നെ പൊക്കാൻ ചാൻസ് ഉണ്ട്. കാണല്ലേ കേട്ടോ കയറ്റി പുല്ലു കണ്ടേ കണ്ടിട്ടാണ് സ്റ്റോപ്പ്. ഇത്തിരി സൈഡ് വരുമോ? അപ്പോൾ ഇതാണ് നമ്മളെ ടൗൺ ചെറുവത്തൂർ. അത്യാവശ്യം അടിപൊളി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ല വീട്ടിലുണ്ടാവുന്നത്. സ്ഥലമെത്തി. ഇവിടെ തന്നെയാണ് പിക്ക് ചെയ്യേണ്ടത്. ചായ കുടിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകണമെന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഹായ് വെറുതെ ഇതാണ് ആള്. വെറുതെ ഇട്ട് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമെന്ന് വേണ്ടിട്ട് സത്യം. പോവാ, 6 മണിയല്ലേ? കഴിഞ്ഞ സമ്മാനം വിളിച്ചിനോ?